ബ്രദർ കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഇല്ല, കേൾക്കുന്നില്ലേ? ഹലോ. ഇപ്പൊ കേൾക്കാൻ തുടങ്ങി. ഓക്കെ, സൗണ്ട് കുറവാണേ. ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇപ്പൊ ഓക്കെ. ഇപ്പൊ കേൾക്കാമോ? കേക്കാം. ഓക്കെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ പഠനം തുടരാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേഗത്തിൽ പോകാനായിട്ട് ശ്രമിക്കാം. ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം. നമ്മൾ അതിന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പല കാര്യങ്ങൾ ചിന്തിച്ചു. ആരാണ് ക്രിസ്ത്യാനി ചിന്തിച്ചു, ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. പിന്നീട് നമുക്ക് ലാഭകരമാണോ എന്നുള്ളതിന്റെ ഒരു ഉത്തരം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനിടയായി. ഇന്ന് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് അതിന്റെ മറ്റൊരു വശമാണ്. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവിന്റെ വരവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ആ ഉത്തരം ഇങ്ങനെയാണ്: നമ്മുടെ ഉത്തരവാദിത്വങ്ങളുടെ അവസാനവും നമ്മുടെ പ്രഖ്യാപനത്തിന്റെ പ്രദർശനവുമാണ് ക്രിസ്തുവിന്റെ വരവ്. ഇപ്പോൾ ഒരു അവിശ്വാസം ചോദിക്കുകയാണ്, എന്താണ് ക്രിസ്തുവിന്റെ വരവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരം പറയുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ വരവ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ അവസാനമാണ്, പ്രഖ്യാപനത്തിന്റെ പ്രദർശനവും ആണ്. നമുക്ക് ഏതാണ് എന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് പ്രാരംഭമായി ഉത്തരവാദിത്വം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വാക്യം വായിക്കാം. ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നതിനായിട്ട് മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യം. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഇവിടെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നൽകിയ ആ പ്രഖ്യാപനത്തിന്റെ ഗ്രേറ്റ് കമ്മീഷന്റെ വാചകങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നാം പലപ്പോഴും പല പ്രസംഗകരും ഈ ഭാഗം പരിശോധിച്ചിട്ട് പ്രസംഗിക്കുമ്പോൾ ഇവിടെ 3 കൽപ്പന ഉള്ളതായിട്ടൊക്കെ പറയാറുണ്ട്. ഒന്ന്, പോകുക എന്നൊരു കൽപ്പനയുണ്ട്. 2, ശിഷ്യരാക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക എന്ന കൽപ്പനയുണ്ട്. 3, ശിഷ്യരാക്കുക എന്ന കൽപ്പനയുണ്ട് എന്ന് 3 കൽപ്പനകളായി സാധാരണയായി പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഈ വാക്യം യഥാർത്ഥമായി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ കർത്താവ് ഉദ്ദേശിച്ച കാര്യം ഒന്ന് പഠിക്കാനായി ഇതിന്റെ മൂലഭാഷകളോട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വാക്യത്തിനകത്ത് ഒറ്റ കൽപ്പനയേ ഉള്ളൂ. ആ കൽപ്പന ശിഷ്യരാക്കുക എന്നുള്ളത് ആണ്. അപ്പൊ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ കൽപ്പന ശിഷ്യരാക്കുക എന്നുള്ളത് ആണ്. അതിന് നമ്മൾ പോകണം, സുവിശേഷം പ്രസംഗിക്കണം, ഉപദേശം പഠിപ്പിക്കണം, സ്നാനപ്പെടുത്തണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പോക എന്നുള്ളതല്ല യഥാർത്ഥ കൽപ്പന. പ്രസംഗിക്കുക എന്നുള്ളതല്ല യഥാർത്ഥ കൽപ്പന. സ്നാനപ്പെടുത്തുക എന്നുള്ളതല്ല യഥാർത്ഥ കൽപ്പന.
ഉപദേശം പഠിപ്പിക്കാനുള്ളതല്ല യഥാർത്ഥ കൽപ്പന. ഈ ഭാഗത്ത് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്, ചെയ്യുകയും വേണം. ഇതൊക്കെ കൽപ്പനകളായി മറ്റു ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഈ ഭാഗത്തെ യഥാർത്ഥ കൽപ്പന എന്ന് പറയുന്നത് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ശിഷ്യരാക്കുന്നത്? ശിഷ്യരാക്കുക നാം ഈ പറഞ്ഞതുപോലെ നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ ശിഷ്യരായി, മറ്റുള്ളവർ കർത്താവിന്റെ ശിഷ്യരായിട്ട് മാറും. നമുക്ക് അതൊന്ന് വിശദീകരണം പറഞ്ഞ് ഇങ്ങനെ പറയാൻ സാധിക്കും. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗത്തെ മറ്റുള്ളവരോട് അറിയിച്ച് അവരെ രക്ഷയിലേക്ക് നടത്തി സ്നാനം നൽകി ഉപദേശ സത്യങ്ങളിൽ വളർത്തുന്ന ആത്മീക ശുശ്രൂഷയാണ് ശിഷ്യരാണ്. അപ്പം അപ്പോസ്തലന്മാരോടാണ് കർത്താവ് ഈ കൽപ്പന പറഞ്ഞത് എങ്കിലും എല്ലാ വിശ്വാസികളും ഒരുപോലെ പ്രമാണിക്കേണ്ട, അനുസരിക്കേണ്ട, ആചരിക്കേണ്ട ഒരു കൽപ്പനയാണ് ഇത്. ആ കൽപ്പന എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. അങ്ങനെ പറയുക മാത്രമല്ല, പറഞ്ഞ് അവരെ ആ രക്ഷയുടെ ആദ്യത്തെ അനുസരണമായ സ്നാനത്തിലോട്ട് കൊണ്ടുവരണം. അവരെ എന്നിട്ട് പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും നാമത്തിൽ, അഥവാ ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ അവരെ ജലത്തിൽ സ്നാനം കഴിപ്പിക്കണം. പിന്നീട് ആത്മീക ഉപദേശങ്ങൾ പഠിപ്പിച്ച് യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായ സ്വഭാവമുള്ളവരാക്കി, യഥാർത്ഥ ശിഷ്യരാക്കി നമ്മൾ അവരെ മാറ്റണം. അപ്പോൾ ഈ ലോകത്തിൽ എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വം എന്താണ്? എല്ലാ വിശ്വാസികളുടെയും ഉത്തരവാദിത്വം ശിഷ്യരാക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെ കർത്താവിന് വേണ്ടി ശിഷ്യരാക്കുക എന്നുള്ളതാണ് പ്രഥമ ഉത്തരവാദിത്വം. ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരാകുകയും മറ്റു പലതിലും നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയും, ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് അത് ഒരു സുവിശേഷകന്റെ മാത്രം ജോലിയാണ്, അല്ലെങ്കിൽ അതിന് നിയോഗിക്കപ്പെട്ട ആളുകളുടെ മാത്രം ജോലിയാണ്, മറ്റ് തിരക്കുകളൊന്നുമില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ചിന്താഗതിയൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ ദൈവമക്കളെ, നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഒരാളോടെങ്കിലും കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാരോടായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളോടായിരിക്കാം, കൂടെ വാഹനത്തിലിരിക്കുന്ന ആളോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരാളോടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വരുന്ന ആളോടായിരിക്കാം. ആരെ ഒരാളെ കണ്ടാലും അദ്ദേഹത്തോട് സുവിശേഷം പറയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി നമ്മൾ മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ആദ്യ വിശ്വാസികളുടെ ഒക്കെ ഉദ്ദേശം അതായിരുന്നു. അവർ സുവിശേഷം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരുന്നവരാ. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ പൗലോസ് ശൗൽ മുഖാന്തരം ഉണ്ടായ ഉപദ്രവം അതന്ന് അതികഠിനമായപ്പോൾ വിശ്വാസികൾ പല സ്ഥലങ്ങളിലേക്കായി പലായനം ചെയ്തു പോയി. ഈ പലായനം ചെയ്തു പോയവരെല്ലാം ചെന്ന സ്ഥലങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അവിടെ സ്ഥലം സഭകൾ സ്ഥാപിതമായി. അവിടെ ശിഷ്യന്മാരുടെ കൂട്ടമുണ്ടായി. അതിലൊരു ശിഷ്യന്മാരുടെ കൂട്ടമാണ് അന്ത്യോക്യ സഭ. അവിടേക്ക് ബർണ്ണബാസിനെ അയക്കുന്നു. ബർണ്ണബാസ് പൗലോസിനെ കൊണ്ടിരുന്നു, വചനം പഠിപ്പിക്കുന്നു, ക്രിസ്ത്യാനി എന്ന പേര് അവർക്ക് ഉണ്ടാകുന്നു. അപ്പം ഇത് നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ് മറ്റുള്ളവരെ ശിഷ്യരാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ഈ രാത്രിയിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അത് സുവിശേഷത്തിൽ വന്നു പോയിട്ടുള്ള ഒരു അപകടം എന്ന് പറയുന്നത്, ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിത്യജീവനിലേക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ് വായിക്കുന്നത്. സുവിശേഷത്തിന്റെ ഒരു കാതലായ വശം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വശം നമുക്ക് നിത്യമായ ജീവനെ കിട്ടുന്നു എന്നുള്ളതാണ്. എന്താണ് വാക്യം? യോഹന്നാൻ 3:16, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ
സുവിശേഷം എന്ന് പറയുന്നത് നമുക്ക് ദൈവവുമായി, പിതാവായ ദൈവവുമായി സമാധാനം സ്ഥാപിക്കാൻ കഴിയും. 2, നമുക്ക് നിത്യജീവനെ പ്രാപിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ വന്നുപോയ ഒരു അപകടം എന്ന് പറയുന്നത്, സ്വർഗം കിട്ടുന്നതാണ് സുവിശേഷം. സ്വർഗം കിട്ടത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, സ്വർഗം കിട്ടും, സംശയമൊന്നുമില്ല. പക്ഷെ സ്വർഗം കിട്ടുന്നതാണ് സുവിശേഷത്തിന്റെ ഉദ്ദേശമെന്ന് കാലാകാലങ്ങളിൽ ആളുകൾ പഠിപ്പിച്ചു. എന്നിട്ട് ഈ പ്രവർത്തിച്ചാൽ, നന്നായിട്ടൊക്കെ ജീവിച്ചാൽ, നന്നായിട്ട് പ്രവർത്തിച്ചാൽ മതി, സ്വർഗം കിട്ടും, നിത്യജീവൻ കിട്ടും, ദൈവത്തോട് ഒരു നിരപ്പ് പ്രാപിക്കാനായിട്ട് കഴിയും എന്ന് ആളുകൾ പറയാനായിട്ട് തുടങ്ങി. മതങ്ങളൊക്കെ പ്രചരിപ്പിച്ചത് അതാണ്, അല്ലെ? നന്നായിട്ട് ജീവിക്കുക, ആരെയും ഉപദ്രവിക്കരുത്, ആരുടെയും മോഷ്ടിക്കരുത്, ആരോടും കള്ളം പറയരുത്, നമ്മളെ കൊണ്ട് നിവർത്തി ഉള്ളിടത്തോളം നല്ല പ്രവർത്തികൾ ചെയ്യുക, കർമ്മം അതിന്റെ ഗുണം ചെയ്യും എന്നാണ് അവർ പറയുന്നത്. ഇനി മറ്റൊരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഭക്തിയോടെ ജീവിക്കും, ദൈവത്തെ വിളിക്ക്, ദൈവത്തെ ബഹുമാനിക്ക്, ദൈവത്തിന് കൊടുക്ക്, ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, എല്ലാ ദിവസവും മതപരമായ കാര്യങ്ങൾ ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും, സ്വർഗം ഉണ്ടാകും, ദൈവത്തോട് സമാധാനം ഉണ്ടാകും എന്ന് പഠിപ്പിച്ചു. പിന്നീട് ആളുകൾ പറഞ്ഞു, മതങ്ങളിൽ വിശ്വസിക്കുക, മതങ്ങൾ ഓരോ മതങ്ങളും വ്യത്യസ്തമാണെങ്കിലും അതെല്ലാം ഒരിടത്തേക്കുള്ള വഴിയാണ് എന്ന് പഠിപ്പിച്ചു. എല്ലാവരും കൂടെ ഒരു മഴ ഉണ്ടാക്കി ഒരാൾ അവിടെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വെള്ളത്തോട്ടാ പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുക, നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടും എന്ന് പറഞ്ഞു. ഈ 3 പ്രശ്നങ്ങളെയും നമ്മുടെ പിതാക്കന്മാരൊക്കെ ബൈബിള് കൊണ്ട് തന്നെ അതിനെ എതിർക്കുകയും യഥാർത്ഥ സത്യം എന്ത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യും. പ്രവൃത്തിയാൽ വിശ്വാസം സാധ്യമാകത്തില്ല എന്ന് എഫേസ്യ ലേഖനം നമ്മോട് വ്യക്തമായി പഠിപ്പിച്ചു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണം അല്ല. അത് പഠിപ്പിച്ചു, അത് തെളിയിച്ചു. ഭക്തിയിലൂടെ ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. കഴിയുമായിരുന്നുവെങ്കിൽ യേശുവിന് മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്ന് പഠിപ്പിച്ചു. ഇനി മതങ്ങൾ രക്ഷണമെന്ന് പറഞ്ഞപ്പോൾ, മതങ്ങളൊന്നും മനുഷ്യന് നിത്യമായ ശാന്തി നൽകി തരത്തില്ല, യേശുവിൽ മാത്രമേ നിത്യമായ ജീവനുള്ളൂ എന്ന് ആളുകൾ പഠിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിപത്ത് എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ശിഷ്യരാക്കുക എന്ന ഉത്തരവാദിത്വത്തെ മറന്നിട്ട് സുവിശേഷം ജസ്റ്റ് പ്രസംഗിക്കുക എന്നത് മാത്രമായി മാറും. പോവുക, പ്രസംഗിക്കുക, പോരുക. ഒരു ഗ്രാമത്തിൽ പോവുക, കുറച്ച് ട്രാക്ട് കൊടുക്കുക, തിരിച്ചു പോരുക. കുറെ വീട് കയറുക, ട്രാക്ട് കൊടുക്കുക, സുവിശേഷം പറയാൻ പറ്റിയ പറയുക, തിരിച്ചു പോരുക. ഇതായിട്ട് സുവിശേഷ വേല ഇന്ന് മാറി. ഇത് കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ ആയിട്ടിരിക്കുക. പക്ഷെ അതിനകത്ത് കുറച്ചുകൂടെ വലിയ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ അപകടം എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ സുവിശേഷമാണ്. ലഹരി വിരുദ്ധ സുവിശേഷം. ഇന്ന് ആളുകളിൽ ഒരു 90% ആളുകളും ഈ ലഹരി വിരുദ്ധ സുവിശേഷം പ്രസംഗിക്കുന്നവരാണ്. മദ്യവിരുദ്ധ സുവിശേഷം, മദ്യപാനത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു സുവിശേഷ പ്രസംഗം വലിയ ബാനറൊക്കെ വെച്ച് കെട്ടി ഇത് നടത്തുകയാണ്. അപ്പോൾ യേശുവിനെ അവർ പരിചയപ്പെടുത്തുന്നത് ഒരു ലഹരി വിമുക്തനാക്കി മാറ്റുന്ന ഒരാള്, അത്രേ ഉള്ളൂ. ലഹരിയുടെ അടിമയാണോ? നമ്മുടെ യുവാക്കന്മാരൊക്കെ ലഹരിയുടെ അടിമകളായ അതിന്റെ മൂർധന്യാവസ്ഥയിൽ ജീവിതം പാഴാക്കി കളയുമ്പോൾ യേശുവിലേക്ക് വരിക എന്നൊക്കെ പ്രശ്നങ്ങൾ. എന്തു ധൈര്യമാണ് ഇതിനെ കുറിച്ചൊക്കെ പറയാൻ നമുക്ക് തോന്നുന്നു. അപ്പൊ ലഹരിക്കെതിരെയുള്ള ഒരു പ്രഘോഷണമായി, ഒരു ബോധവൽക്കരണമായി ഇന്ന് സുവിശേഷ വേല മാറിയിരിക്കുകയാണ്. അപ്പൊ ഒരു കവലയിൽ ചെന്ന് നിന്നിട്ട് ഒരു ബാനറൊക്കെ വെച്ച് മദ്യവിരുദ്ധ സുവിശേഷ യാത എന്ന് പറയുമ്പോൾ ആളുകൾ അത് അംഗീകരിക്കുകയാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അവർ പരിചയപ്പെടുത്തുന്ന യേശു പാപവിമോചകനായ യേശു അല്ല.
അവർ പരിചയപ്പെടുന്ന യേശു സാക്ഷാൽ ദൈവമായിരുന്ന യേശു ആയിട്ടല്ല. അവർ പരിചയപ്പെടുന്ന യേശു പാപത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു ആയിട്ടല്ല. അവർ പരിചയപ്പെടുന്ന യേശു മനുഷ്യന്റെ ചില അടിമത്വങ്ങളെ മാറ്റുന്ന യേശു ആയിട്ടാണ്. അപ്പൊ എന്നോട് ചോദിക്കും, അത് പറഞ്ഞാൽ ഇപ്പൊ എന്താ കുഴപ്പം? ശരിയല്ലേ കാര്യം ചെയ്യുന്നത്? ശരിയല്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, യേശുവിനെ കുറിച്ച് പറയുവാൻ യേശു നമ്മോട് പറഞ്ഞ കാര്യം, അവൻ പാപവിമോചകനാണ്, അവൻ ദൈവത്തിന്റെ മനുഷ്യ അവതാരമാണ്, പാപികൾക്ക് വേണ്ടി മരിച്ചവനാണ്, ഈ ദുഷ്ടലോകത്ത് നിന്ന് നമ്മെ വിടുവിച്ചിട്ട് നിത്യമായ രാജ്യത്തിലോട്ട് നമ്മെ കൊണ്ടുപോകുന്നവനാണ് എന്ന് പ്രസംഗിക്കാനാണ് കർത്താവ് നമുക്ക് കൽപ്പന നൽകിയിട്ടുള്ളത്. അതിന് മാത്രമാണ് നമുക്ക് അനുവാദവും ഉള്ളത്. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ കയറിയാൽ യേശു രോഗം മാറ്റും എന്ന് പറയാനുള്ള അനുവാദമല്ല നമുക്കുള്ളത്. യേശു പട്ടിണി മാറ്റും എന്ന് പറയാനുള്ള അനുവാദമല്ല നമുക്കുള്ളത്. യേശു വീട് തരും എന്ന് പറയുവാനുള്ള അനുവാദമല്ല നമുക്കുള്ളത്. യേശു കാറ് തരും എന്ന് പറയുവാനുള്ള അനുവാദമല്ല നമുക്കുള്ളത്. യേശു കുടുംബ പ്രശ്നം മാറ്റും എന്ന് പറയാനുള്ള അനുവാദമല്ല നമുക്കുള്ളത്. യേശു മക്കളുടെ ഭാവി നല്ലതാക്കും എന്ന് പറയുവാനുള്ള അനുവാദമല്ല നമുക്കുള്ളത്. യേശു ലോകരക്ഷിതാവാണ്, പാപത്തിൽ നിന്ന് വിമോചനം നൽകുന്നവനാണ് എന്ന് പറയുവാനുള്ള അനുവാദം മാത്രമേ ദൈവം മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശു സൗഖ്യം തരും. ശരിയാ, സൗഖ്യം തരും. പക്ഷെ പറയേണ്ട ആവശ്യമില്ല, അത് പറയാൻ കൽപ്പനയില്ല. ഒരു സാന്ത്വനത്തിന് വേണ്ടി വേണമെങ്കിൽ പറയാം, എന്റെ കർത്താവിന്റെ രോഗം മാറ്റി എന്ന് പറയാം. അല്ലാതെ അതൊരു പ്രത്യേക പ്രോഗ്രാം ആക്കി വെച്ച് നടത്തേണ്ട ആവശ്യമില്ല. അതല്ല ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് യേശുവിനെ ലോകരക്ഷിതാവായിട്ട് അവതരിപ്പിക്കുക, യേശുവിനെ വിമോചകനായിട്ട് അവതരിപ്പിക്കുക, യേശുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന വാതിലായിട്ട് അവതരിപ്പിക്കുക, യേശുവിനെ ദൈവത്തിന്റെ പുത്രനായിട്ട് അവതരിപ്പിക്കുക. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുവിലാണ് എന്ന് പരിചയപ്പെടുത്താനാണ് എന്റെ ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും അനുവാദമുള്ളത്. അതുകൊണ്ട് ഈ കാണുന്ന അപകടങ്ങളിലേക്ക് ഞാനും നിങ്ങളും പോകാൻ പാടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുന്ന അവസ്ഥയാണ്, ക്രിസ്തുവിനുള്ള നിർമ്മലത വിട്ടുപോകുന്ന അവസ്ഥയാണ്, ക്രിസ്തുവിലുള്ള സ്ഥിരതയില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ ഉണ്ടാകുമെന്നാണ് കൊരിന്ത്യ ലേഖനത്തിനകത്ത് അപ്പോസ്തലനായ പൗലോസ് പേടിച്ചതായി പറഞ്ഞു. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-4 വാക്യം. സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ പറയുകയാണ്. പ്രിയ സ്നേഹിതരെ, 21-ാം നൂറ്റാണ്ടിലെ ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഇത്തരം ഒരു പ്രവണതയെ പൊറുക്കുന്നത് ഒരാശ്ചര്യമല്ലേ? ഒരാശ്ചര്യമല്ലേ? വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്ന, വേറൊരു ആത്മാവിനെ പ്രസംഗിക്കുന്ന, വേറൊരു യേശുവിനെ പ്രസംഗിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ മാറിയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. യേശു ലോകരക്ഷിതാവാണ് എന്ന് പ്രസംഗിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വചനത്തിന്റെ പാതയിലൂടെ ആളുകളെ കൊണ്ടുവന്ന് ജലത്തിൽ അവരെ സ്നാനം കഴിപ്പിച്ച് ഉപദേശങ്ങൾ പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിനെ പോലെ ആക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അല്ലാതെ വെറുതെ സുവിശേഷം പറഞ്ഞു ഞാൻ 14 ജില്ലകളും കവർ ചെയ്തു, എന്ത് പറയാ, കേരളം മൊത്തം കവർ ചെയ്തു, തമിഴ്നാട് മൊത്തം കവർ ചെയ്തു, ആന്ധ്ര മൊത്തം കവർ ചെയ്തു, എന്ത് പറയാ, ഇന്ത്യ രാജ്യം മൊത്തം സുവിശേഷീകരിച്ചു എന്ന് പറഞ്ഞ് വെറുതെ അഭിമാനിക്കുന്ന കാര്യമില്ല. കർത്താവിന്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതാണ്, അവന് വേണ്ടി ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമെന്ന് ഞാനും നിങ്ങളും ഈ രാത്രി മനസ്സിലാക്കേണ്ടതായിരുന്നു. പലപ്പോഴും നമ്മളിങ്ങനെ കണ്ണുനീരോടെ പറയാറുണ്ട്, അടുത്ത തലമുറ ഇല്ലാതെ പോകുന്ന ഒന്നായിട്ട് വേർപാട് സഭകൾ മാറുന്നു എന്ന്.
ശരിയല്ലേ? എത്രയോ തവണ, എത്രയോ രാത്രികൾ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്രയോ പ്രാർത്ഥനാ യോഗങ്ങളിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. എത്രയോ മീറ്റിങ്ങുകളിൽ ഞങ്ങൾ കൂട്ടായ്മയ്ക്കുമായി ആത്മാക്കളെ തരണമേ എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആത്മാവിനെ നമ്മുടെ കൂടെ കൊണ്ടുവരുവാൻ എത്രമാത്രം ആത്മത്യാഗം നമ്മൾ ചെയ്യുന്നുണ്ട്, എത്രമാത്രം ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്, എത്രമാത്രം സത്യസന്ധമായി സുവിശേഷം നമ്മൾ അറിയിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സുവിശേഷം പ്രസംഗിക്കുക, ആളുകളെ നേടുക, അവരെ ശിഷ്യരാക്കുക എന്നുള്ളതാണ്. അത് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണ് എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ദൈവാത്മാവിൽ നിങ്ങളെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവാത്മാവ് ഈ രാത്രിയിൽ നമ്മെ ഏവരെയും അത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഉറങ്ങുവാൻ സമയമില്ല, ഇനിയും വെറുതെ ഇരിക്കുവാൻ സമയമില്ല, ഇനിയും പാഴാക്കളയുവാൻ സമയമില്ല. നമുക്കൊന്ന് ഉണരാം, നമുക്കൊന്ന് എഴുന്നേൽക്കാം, ഈ കർത്താവിന് വേണ്ടി നമുക്ക് ഇറങ്ങിത്തിരിക്കാം, ഒരാളെയെങ്കിലും നേടുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം. അനേക ആളുകൾ അന്ധകാരത്തിലേക്ക് പതിക്കുമ്പോൾ, അനേക ആളുകൾ നിത്യനരകത്തിലേക്ക് വീണു പോകുമ്പോൾ, അനേക ആളുകൾ ദൈവമാരെന്നറിയാതെ, ദൈവം എന്തെന്നറിയാതെ, രക്ഷ എന്തെന്നറിയാതെ, രക്ഷയ്ക്കുള്ള മാർഗം എന്തെന്നറിയാതെ അവിടെയും ഇവിടെയും ഓടി നടക്കുമ്പോൾ, വെളിച്ചങ്ങളാക്കിയ നമ്മൾ അത് ശോഭിച്ചുകൊണ്ട് അന്ധകാരത്തിൽ നിന്ന് ചില ആളുകളെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തേണ്ടത് ആവശ്യമാണ്. തീയിൽ നിന്ന് ചില ആളുകളെ വലിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ശിഷ്യരാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കാം, ഒരു കാരണവശാലും ആ ഉത്തരവാദിത്വം നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാനായി തീരാതെ അത് കൃത്യമായി ചെയ്യുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായി സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരിക്കലും നാമോ നമ്മുടെ സഭയിലുള്ള ആളുകളോ വേറെ ഒരു യേശുവിനെ പ്രസംഗിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അതിന് മൗന അനുവാദം കൊടുക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യരുത്. ഒരു കാരണവശാലും വേറൊരു ആത്മാവിനെ പ്രസംഗിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കരുത്. ഒരു കാരണവശാലും വേറൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ നമ്മൾ അനുവദിക്കരുത്. സത്യസുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റുകളെല്ലാം മാറിപ്പോകുവാൻ ഇടയായിട്ട് തീരും. യഥാർത്ഥ നോട്ട് വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടുകൾക്ക് വാല്യൂ ഇല്ലാതായി തീരുന്നത് പോലെ നമ്മൾ സത്യമായ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ബാക്കിയുള്ള ദുരുദ്ദേശങ്ങളെല്ലാം പമ്പ കടക്കും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം, ഞാൻ എന്റെ കർത്താവിന് നൽകിയ ഉത്തരവാദിത്വം നിറവേറ്റും. ചില ആളുകളെ ഞാൻ സഭയിലോട്ട് കൊണ്ടുവരും. ഒരു കാരണവശാലും ഞാൻ വേറൊരു സുവിശേഷം പ്രസംഗിക്കും. മുന്നോട്ട് പോകട്ടെ. സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ എന്താണ് പ്രഖ്യാപിക്കുന്ന കാര്യം? നമ്മുടെ ഉത്തരവാദിത്വം ശിഷ്യരാക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും നമ്മളത് ചെയ്യണം, ചെയ്തുകൊണ്ടേയിരിക്കും, ശിഷ്യരാക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താണ് പ്രൊക്ലെയിം ചെയ്യുന്നത്? ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ഓരോ ദൈവസഭയും എന്താണ് പ്രൊക്ലെയിം ചെയ്യുന്നത്? നമുക്കൊന്ന് നോക്കാം. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെ ഒന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. നമ്മൾ മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും വായിച്ച് കേൾക്കാറുള്ള ഒരു വേദ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതവുമാണ്. നമ്മൾ കർത്തൃമേശ ശുശ്രൂഷയിലൂടെ പ്രധാനമായും 7 കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു ഡീറ്റെയിൽ സ്റ്റഡിയായി പറഞ്ഞാൽ 7 കാര്യങ്ങൾ ചെയ്യുന്നു. 1, ക്രിസ്തുവിനെ നമ്മൾ ഓർക്കുന്നു. 2, ഇത് പുതിയ നിയമത്തിന്റെ അടയാളമായിട്ടാണ് നാം ഈ മേശ വെച്ച് കർത്താവിനെ ആ മേശ ശുശ്രൂഷ ചെയ്യുന്നത്. 3, ഇത് ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രഖ്യാപനമാണ്.
4, ഇത് ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ പ്രഖ്യാപനമാണ്. 5, ഇത് ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രഖ്യാപനമാണ്. 6, ഇത് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയുടെ പ്രഖ്യാപനമാണ്. 7, സഭയോടുള്ള കൂട്ടായ്മയുടെ പ്രഖ്യാപനവും. പ്രധാനമായും നമുക്ക് 3 ആയിട്ട് തിരിക്കാം, അല്ല കുറച്ച് ഡീറ്റെയിൽ ആയി പോയാൽ 7 ആയിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, ക്രിസ്തുവിന്റെ ഓർമ്മ. അദൃശ്യനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ പിറന്നു, അതിന്റെ ഓർമ്മ അതിനകത്തുണ്ട്. ഇത് പുതിയ നിയമമാണെന്ന് കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ അടയാളമാണ്. ക്രിസ്തുവിന്റെ മരണം, ശരീരം തകർത്തു രക്തം ചീന്തി, മരണത്തെ നമ്മൾ പ്രഖ്യാപിക്കും. ക്രിസ്തുവിന്റെ ഉയർപ്പ്, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് വീണ്ടും വരും എന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ കർത്താവുമായി നല്ല ബന്ധത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, കർത്താവിന്റെ മരണപുനരുത്ഥാനത്തെ ഓർക്കുന്നു. 2, ഞാനും എന്റെ സഹവിശ്വാസിയുമായി നല്ല ബന്ധത്തിലാണ്. അടുത്ത ആളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ ആ ആളോട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് യാതൊരു പരാതിയുമില്ല, എനിക്ക് യാതൊരു വിഷവുമില്ല. എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ്. ആ ഒരു ആത്മബന്ധം അവരുമായി നമുക്കുണ്ട്. ഒപ്പം തന്നെ ദൈവവുമായി നമുക്ക് ആത്മബന്ധമുണ്ട്. ഓക്കെ, നമുക്ക് അതിന്റെ 5ാമത്തെ പോയിന്റിലേക്ക് മാത്രം സമയത്തിന്റെ പരിമിതി കൊണ്ട് മടങ്ങി വരാം. 5ാമത്തെ കാര്യം, ക്രിസ്തുവിന്റെ മടങ്ങി വരവിന്റെ പ്രഖ്യാപനമാണ് കർത്തൃമേശ. അപ്പോൾ ഓരോ ഞായറാഴ്ചയും ഓരോ സ്ഥലസഭയും എന്താണ് പ്രഖ്യാപിക്കുന്നത്? ഓരോ ഞായറാഴ്ചയും ഓരോ സ്ഥലസഭയും പ്രഖ്യാപിക്കുന്നത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇന്ന് വരെ വന്നിട്ടില്ല, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം. നോക്കിയേ, കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല, എന്നാൽ അനധിവിദൂര ഭാവിയിൽ എത്രയും വേഗത്തിൽ എന്നെ ചേർക്കുവാൻ, ഞങ്ങളെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാൻ വരും എന്നാണ് നമ്മൾ ഈ കർത്തൃമേശ വെച്ച് സമൂഹത്തോട്, ലോകത്തോട് പ്രഖ്യാപിക്കുന്ന കാര്യം. മൗനമായി അത് വിളിച്ചു പറയുന്ന കാര്യം, നമ്മോട് വിളിച്ചു പറയുക, യേശു വരും, യേശു വരും എന്ന് നമ്മളോട് വിളിച്ചു പറയുക. അവൻ നമുക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയത്, നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ നമ്മെ ചേർക്കുവാനായിട്ട് വരും. താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മൾ അവൻ ഇരുത്തും, അവനോടുകൂടി നിത്യകാലം വാഴുവാനായിട്ട് കഴിയും. അതിനു വേണ്ടി തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ, തന്റെ സഭയെ ചേർക്കുവാൻ, മക്കളെ ചേർക്കുവാൻ കർത്താവ് വരും. ഇതാണ് നമ്മൾ ഓരോ ഞായറാഴ്ചയും പ്രഖ്യാപിക്കുന്നത്, ഓരോ ഞായറാഴ്ചയും പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ വേണം, എല്ലാ ഞായറാഴ്ചയും തിരുവത്താഴം വേണം എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എല്ലാ ഞായറാഴ്ചയും വേണമെന്ന് ഉപദേശം തന്നതിന്റെ കാരണം, അതായത് എല്ലാ ഞായറാഴ്ചയും ഉപദേശം എഴുതി നൽകിയിട്ടുള്ളത് കൊണ്ടല്ല, അങ്ങനെ എഴുതി നൽകിയിട്ടില്ല. നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനെ സ്വന്തം പറയാറുണ്ടെങ്കിലും അത്തരം ഒരു വാക്യം ബൈബിളിനകത്തില്ല. നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാനാണുള്ളത്. അപ്പോ ആദ്യ നൂറ്റാണ്ടിലാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചത്തേക്ക് മാത്രമായി ഒതുക്കി, കാരണം എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞായറാഴ്ച മാത്രമായിട്ട് അത് ഒതുക്കി, അല്ലെങ്കിൽ അതിലേക്ക് മാത്രമായിട്ട് അവർ ഒതുങ്ങി. എല്ലാ ഞായറാഴ്ച അവർ ആചരിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ഇന്ന് എല്ലാ വിശ്വാസത്തിനും ഒത്തുചേരാൻ കഴിയുന്ന ആ ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? യേശു കർത്താവ് വീണ്ടും വരും എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു പ്രശ്നമുണ്ട് ഇവിടെ. പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ആ വിഷയം പറയാം. നമ്മുടെ ആളുകൾ ചിലർ പറയുകയാണ്, ഈ കർത്തൃമേശയുടെ ബാക്കി ഭക്ഷിക്കുന്ന ആളുകൾ ഭക്ഷിക്കുന്നത് അവിശ്വാസികളുടെ പങ്കാണ്. അതായത് നമ്മുടെ പങ്ക് നമ്മൾ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു? അല്പം എടുത്ത് ഭക്ഷിച്ചു. പിന്നെ അതിനകത്ത് കുറെ ബാക്കി ഇരിക്കുക, കഴിച്ചതിനേക്കാൾ കൂടുതൽ ബാക്കി ഇരിപ്പുണ്ട്. വിശ്വാസി കഴിച്ചതിനേക്കാൾ കൂടുതൽ ബാക്കി അപ്പം ഇരിക്കുകയാണ്, വീഞ്ഞും ഇരിക്കുകയാണ്. അപ്പോ അത് ആ നാട്ടിലെ അവിശ്വാസികളുടെ പങ്ക്. അത് കഴിക്കുന്ന എല്ലാവരും അവിശ്വാസികളെ പിറ്റേ ആഴ്ച കൊണ്ടുവരാൻ വേണ്ടി ഉത്തരവാദി. നമ്മുടെ പല സഭകളിലും ഈ കർത്തൃമേശ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, ഞങ്ങള് മേശയിൽ ഒരു വലിയ ശേഷിപ്പ് കാണുന്നു, അതിൽ നിന്ന് പങ്കെടുക്കുവാൻ
അനേകരെ അവിടുന്ന് വിളിച്ച് വേർതിരിക്കണം. ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ നമ്മുടെ സഭകളിൽ, എല്ലായിടത്തും ഇല്ല, ചില സഭകളിലൊക്കെ പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയെ ചരട് പിടിച്ചാണ് അത് അവിശ്വാസികളുടെ പങ്കാണ് എന്നൊരു ഉപദേശം പോലും ഇന്ന് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു ഉപദേശം ബൈബിളിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു വാക്യം പോലും ബൈബിളിനകത്ത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നത്. ഇപ്പൊ കർത്താവിന്റെ വരവ് ഒരു പ്രഖ്യാപനമാണ് അവിടെ. നമ്മൾ ഈ കർത്തൃമേൽ സ്ഥാപിക്കപ്പെട്ട പെസഹായുടെ പശ്ചാത്തലത്തിലാണ് സ്ഥാപിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു, അല്ലെ? അവരെല്ലാവരുടെ പെസഹായ്ക്ക് വേണ്ടി കൂടി വന്നു, അതിൽ നിന്നൊരു അപ്പം എടുത്തു, അതിൽ നിന്നൊരു ഗ്ലാസ് വീഞ്ഞും എടുത്തിട്ടാണ് കർത്തൃമേൽ സ്ഥാപിക്കുന്നത്. പെസഹായുടെ പ്രത്യേകത എന്താ? പെസഹായുടെ പ്രത്യേകത അല്പം പോലും ബാക്കി വെക്കത്തില്ല എന്നുള്ളതാണ്, അല്ലെ? അവർ കഴിച്ചു തീർക്കും. പുറപ്പാട് ദിവസം 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിറ്റേന്നാൾ കാലത്തേക്ക് അതിൽ ഒട്ടും ശേഷിപ്പിക്കരുത്, പിറ്റേന്നാൾ കാലത്തേക്ക് ശേഷിക്കുന്ന നിങ്ങൾ തീരിട്ട് ചുട്ടുകളയണം, മൊത്തം കഴിച്ചോണം. അതാ കൽപ്പന. ഇനി കഴിക്കാൻ വയ്യേ, നിവൃത്തിയില്ലേ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ചുട്ടുകളഞ്ഞേക്കുക, മിച്ചം വെക്കരുത്. പക്ഷെ നമ്മള് ഈ എന്ത് പറയുക, നഖത്തിന് അപ്പം കൊടുക്കുന്നവരാ. ഞാനങ്ങനെ പറയുന്നോണ്ട് തന്നെ എന്താ പറയാ, ദൂഷിക്കരുത്. ഒരു നഖത്തിന് കൊടുക്കുക, വായിലോട്ട് വെക്കുന്നുണ്ടോന്ന് പോലും, അതിന് വായി കിട്ടുന്നുണ്ടോന്ന് പോലും അറിയത്തില്ല. ശരി, നുള്ളിയിട്ട് എടുക്കുന്ന അവസ്ഥയിലേക്കായിട്ട് മാറിയിരിക്കുക. ഇനി ഒന്ന് കാണിക്കുക, നഖത്തിനെ കിട്ടുന്നുള്ളൂ, ഭക്ഷിപ്പാനല്ലേ കൽപ്പന, അല്ലേ? അതെ, രുചിക്കാനാണ്. ഏതാ ശരിക്കും കൽപ്പന? നിങ്ങൾ രുചിച്ച് നോക്കണമെന്നാണോ, നിങ്ങൾ ഭക്ഷിക്കണമെന്നാണോ? ഭക്ഷിക്കാനാ കൽപ്പന. പക്ഷെ നമ്മൾ രുചിക്കുന്ന പരിപാടിയിലേക്ക് ഇച്ചിരി എടുത്ത്, എന്നിട്ട് വിശ്വാസികൾ 50 പേര് സഭയിലുണ്ടെങ്കിലും അവര് കഴിച്ചതിനേക്കാൾ കൂടുതലാണ് നാം ബാക്കിയിരിക്കുന്നത്. എന്നിട്ട് പറയും അത് അവിശ്വാസികളെ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇതിലൂടെ പ്രഖ്യാപിച്ച കാര്യം യേശു ഇതുവരെ വന്നിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ ഇതിന്റെ ബാക്കി തിന്നാൻ അടുത്ത ആഴ്ച വേറെ ആൾക്കാർ കൊണ്ടുവരണം എന്ന് പറയാൻ നമുക്ക് എവിടെയാ ന്യായമുള്ളത്? അതിനകത്ത് എന്താ ലോജിക്കുള്ളത്? ഇപ്പൊ കർത്താവ് അടുത്ത ആഴ്ച വരെ വരത്തില്ലേ? എത്രയും പേര് കർത്താവ് വരുമെന്ന് പറയുകയും ചെയ്യും. നമ്മൾ എന്ത് പറയാണ്, കർത്താവ് അടുത്ത ആഴ്ച 4 പേരെ കൂടെ തരണേ, ഇതിന്റെ ബാക്കി കൂടെ കഴിക്കാൻ 4 തരണേ. അപ്പൊ അടുത്ത ആഴ്ച വരെ കർത്താവ് വരത്തില്ലേ? നമ്മുടെ ലോജിക്ക് എന്ത് ചെയ്യും? അവിടെ എവിടെയാ നമ്മുടെ ഉപദേശം കിടക്കുന്നത്? നമ്മൾ എന്താ ശരിക്കും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റു മതങ്ങളിലെ പോലെ ഒരു നാമധേയ ചടങ്ങ് മാറിയിരിക്കുന്നു. ഇതൊരു നിസ്സാര കാര്യമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കരുത്, ചിന്തിക്കരുത്. ഇതൊരു വളരെ ഗൗരവമായ കാര്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷത്തെ കോട്ടിക്കളഞ്ഞതുപോലെ കർത്താവ് തന്ന അനുഷ്ഠാന ശുശ്രൂഷയെ കോട്ടിക്കളയുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും എങ്ങനെയോ വന്നുപെട്ടിരിക്കുകയാണ്. ഇതൊരു ഉപദേശ പെശകാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തെറ്റിപ്പോയ ഒരു സംഗതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് മടങ്ങി വരുവാനായിട്ട് ഞാനും നിങ്ങളും ശ്രമിക്കണം. നാം ഓരോ ഞായറാഴ്ചയും പറയുന്ന കാര്യം, സഹവിശ്വാസിയോടും സമൂഹത്തോടും ലോകത്തോടും പറയുന്ന കാര്യം, ഈ സെക്കൻഡ് വരെ എന്റെ യേശു വന്നിട്ടില്ല, എന്നാൽ അടുത്ത സെക്കൻഡിൽ യേശു വരും. അതിന്റെ പ്രഖ്യാപനമാണ് ഈ മേശ. എന്നിട്ട് അതിൽ നിന്ന് കുറെ ബാക്കി വെച്ചിട്ട് അത് കഴിക്കാൻ വേണ്ടി വേറെ ആൾക്കാർ വരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹിത, സഹോദര, സഹോദരി, നമ്മുടെ പ്രഖ്യാപനം മാറിപ്പോയില്ലേ? നമ്മുടെ പ്രഖ്യാപനം ഇല്ലാതായി തീർന്നില്ലേ? എന്റെ ദൈവമക്കളെ, മടങ്ങി വരവിനുള്ള കാലം, മടങ്ങി വരവ് നമ്മളിൽ തന്നെയാണ് വേണ്ടത്. ഉണർവ് നമ്മിൽ തന്നെയാണ് വേണ്ടത്. നാം ആണ് തിരുത്തേണ്ടത്, നാം ആണ് മാറേണ്ടത്, നാം ആണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഉപദേശ പെശകൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തുവാൻ, അത് മാറ്റുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളുടെ യഥാർത്ഥമായ പ്രഖ്യാപനം യേശു കർത്താവ് വരും എന്ന് തന്നെ ആകുവാനിടയായിട്ട് തീരും. ഒരുപക്ഷെ ആ കഴിക്കുന്ന സമയത്ത് തന്നെ അല്പം കൂടുതൽ ഒട്ടും ബാക്കി വെക്കാതെ എല്ലാവരും അതിൽ നിന്ന് പങ്കെടുക്കുവാനായിട്ട് തയ്യാറായ
ഇത്തിരി നുള്ളി ഈ നഖത്തിന് കൊടുക്കാൻ തയ്യാറാകാതെ അല്പം കൂടുതൽ എടുത്ത് ഭക്ഷിക്കുവാനായിട്ട് തയ്യാറായാൽ, അത് അല്പം പോലും ബാക്കി വെക്കാതെ അത് മുഴുവനും കഴിക്കുവാനായിട്ട് തയ്യാറായാൽ, ഒരു സഹോദരന്മാരെയും അതിനെ നിർബന്ധിക്കാതിരിക്കുവാനായിട്ട് തയ്യാറായാൽ, ഒരു കാര്യം പറയാം, നമ്മൾ നമ്മുടെ പ്രഖ്യാപനം കൃത്യമായി ചെയ്യും. യേശു വരും. ഒരു കാരണവശാലും നിങ്ങൾക്ക് ആരെങ്കിലും കത്തുന്നതിന് ശേഷം പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ അടുത്ത ആഴ്ചത്തേക്ക് വേറെ ആൾക്കാരെ കൂടെ തരണമെന്ന് പ്രാർത്ഥിക്കാതെ അതിന്റെ ആക്ച്വൽ ഉപദേശം മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ എന്റെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം വീണ്ടും 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 ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി നിറവേറ്റേണ്ടത് ആവശ്യം. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? ശിഷ്യരാക്കുക. വേറൊരു സുവിശേഷം പ്രസംഗിക്കാം, വേറൊരു ആത്മാവിനെ പരിചയപ്പെടുത്താം, വേറൊരു യേശുവിനെ പരിചയപ്പെടും. ദൈവം മനുഷ്യൻ മാനവജാതിയുടെ മോചനത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരണത്തെ ജയിച്ചു ഇന്ന് ജീവിക്കുന്ന പാപമോചനം തരാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പരിചയം. അയൽവാസിക്ക് ഈ യേശുവിനെ പരിചയം. അവനെ കൂട്ടായ്മയിലോട്ട് വിളിച്ചുകൊണ്ട് അവനെ സ്നാനപ്പെടുത്തുവാനുള്ള ഉപദേശങ്ങളാണ്. അവനെ ആത്മീക സത്യങ്ങൾ പഠിപ്പിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി മാറ്റുവാനായിട്ട്. പലപ്പോഴും സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട്, സമയമില്ല ബ്രദറെ, ഒത്തിരി ജോലി, ഒത്തിരി ശുശ്രൂഷയാണ്, ബൈബിൾ ക്ലാസ് ഉണ്ട്, അവിടെ പോകണം, ഇവിടെ പോകണം, അതുണ്ട്, ഇതുണ്ട്, ഈ ആഴ്ച എന്താണ്. ചില ആൾക്കാർ സുവിശേഷക്ക് വരത്തേ ഇല്ല, ഭയങ്കര തിരക്കാണ്. ഞാൻ വേറൊന്നും വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഒരാളെ നേടാൻ നമുക്ക് സാധിച്ചില്ലേ, നമ്മളുടെ ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുകയാണ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യും. ഞാൻ ഈ 6 മാസം, ഈ വർഷത്തിന്റെ ഈ 6 മാസം അവസാനം ഞാൻ എത്രമാത്രം സുവിശേഷം, എത്രമാത്രം എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റി? നമുക്കൊന്ന് ചിന്തിക്കും. നമുക്ക് നമ്മെ തന്നെ താല്പര്യം ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യും. സുവിശേഷത്തിന് യോഗ്യമായി മാത്രം കഴിയുന്നതും എല്ലാവർക്കും സുവിശേഷം പങ്കുവയ്ക്കുവാൻ നമ്മൾ ആവുന്നുണ്ട്. നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്താ? നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഓരോ ഞായറാഴ്ച പ്രഖ്യാപിക്കും, യേശു ഇന്ന് വരെ വന്നിട്ടില്ല, ഇതുവരെയും വന്നിട്ടില്ല, എന്നാൽ എത്രയും വേഗം യേശു വരും. ആ പ്രഖ്യാപനം അത് വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ, അത് വെറും ഉപദേശത്തിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഓരോ പ്രവൃത്തി, പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചത്തെ ആരാധന ശുശ്രൂഷയുടെ ഓരോ കാര്യങ്ങളും ആ പ്രഖ്യാപനത്തെ പ്രകീർത്തിക്കുന്നതാകട്ടെ, ആ പ്രഖ്യാപനത്തെ ഉറപ്പിക്കുന്നതാകട്ടെ, ആ പ്രഖ്യാപനത്തിന്റെ കൂടുതൽ കൂടുതൽ വശങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നതാകട്ടെ, ആ പ്രഖ്യാപനത്തിന്റെ ഉറപ്പിൽ അടുത്ത സെക്കൻഡ് വിശ്വാസികൾ ജീവിക്കുന്നതാകട്ടെ. നമുക്ക് നമ്മെ തന്നെ താഴ്ന്നു ദൈവമുഖത്തേക്ക് നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവത്തെ നമുക്ക് അനുസരിക്കാം. അത് ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനനുസരിക്കാം. 2, പ്രഖ്യാപിക്കുന്ന കാര്യം നമുക്ക് അനുസരിക്കാം. അങ്ങനെ നമ്മൾ അനുസരിക്കുകയാണ് എങ്കിൽ ക്രിസ്തുവിന്റെ വരവ് ക്രിസ്ത്യാനിക്ക് ലാഭകരമാകുമോ? തീർച്ചയായിട്ടും ലാഭകരം ആകും. കാരണം അവിടെ നമ്മുടെ അധ്വാനം അവസാനിക്കും. ഇന്ന് വരെ നാം ആർക്കു വേണ്ടി ഓടിയോ അവൻ നമ്മെ ചേർക്കുവാനായി. ഇന്ന് വരെ നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞുവോ അവൻ നമ്മെ ചേർക്കുവാനായിട്ട്. ഇന്ന് നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിച്ചുവോ ആ അധ്വാനത്തിന് പ്രതിഫലം ലഭിക്കുവാൻ.
ആ ഫലങ്ങളെ നമ്മൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾ കണ്ണുനീരോടെ വിത്തുവിതയ്ക്കും. പക്ഷെ അന്ന് കർത്താവ് വരുമ്പോൾ ഒരു വലിയ കൊയ്ത്ത് കണ്ട് ആർപ്പിടുവാൻ, ആനന്ദിക്കുവാൻ ഇടയായി. ഇന്ന് കർത്താവിനെ സേവിച്ചാൽ, ഉത്തരവാദിത്വം നിറവേറ്റിയാൽ, പ്രിയ ദൈവവേദനയെ ക്രിസ്തുവിന്റെ വരവ് താങ്കൾക്ക് ലാഭകരം. ഇത് താങ്കൾ ചെയ്യുന്നില്ല എങ്കിൽ അത് ലാഭകരമല്ല എന്ന് കൈകൂപ്പി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷം പ്രസംഗിക്കാൻ ചില ആളുകളെ ശിഷ്യർ ഇന്ന് ആത്മാർത്ഥമായി കർത്താവിന്റെ വരവിനെ പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്രഖ്യാപനം ലോകത്തിന്റെ മുൻപിൽ എന്താ പറയാ, അത് പൂർത്തിയാവുകയാണ്. നമ്മൾ പ്രഖ്യാപിച്ച കാര്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അപ്പൊ ലാഭകരമാണ്. അത് ആത്മായി പ്രഖ്യാപിക്കുന്നില്ലെങ്കിലോ അത് ലാഭകരമല്ലാതായി. ആകയാൽ ഞാൻ വീണ്ടും 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 ഓർമ്മിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടത് നമ്മളാണ് ഉപദേശം മുറുകെ പിടിക്കേണ്ടത്. നമ്മളാണ് ഉപദേശത്തിൽ ചില തെറ്റുകൾ വരാതെ അത് മുറുകെ പിടിച്ച് സത്യസുവിശേഷം പ്രസംഗിക്കേണ്ടത്, സത്യവചനം പ്രസംഗിക്കേണ്ടത്, സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടത്, കരങ്ങൾ ചേർത്ത് പിടിക്കാം, കർത്താവിനെ ജീവിക്കാൻ തീരുമാനമെടുക്കാം, ഉപദേശത്തിനായി ജീവിക്കാം. കണ്ണുകളടയ്ക്കാം, ദൈവമുഖത്തേക്ക് നോക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഈ സമയത്ത് അവിടുത്തെ മുഖത്തേക്ക്, അവിടുത്തെ വിശ്വാസികളായ ഞങ്ങൾ അവിടുത്തെ വരവ് ലാഭകരമാണെന്ന് ചിന്തിക്കുമ്പോൾ, ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റുന്നുവെങ്കിൽ ലാഭകരമാണെന്ന് ചിന്തിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയും. കർത്താവേ, ഇന്ന് അനേക ആളുകൾ വേറൊരു യേശുവിനെയും വേറൊരു സുവിശേഷവും വേറൊരു ആത്മാവിനെയും പരിചയപ്പെടുത്തും. സത്യസുവിശേഷം പരിചയപ്പെടുത്തുവാൻ, സത്യാത്മാവിനെ പരിചയപ്പെടുത്തുവാൻ, യഥാർത്ഥ ക്രിസ്തുവേശുവിനെ പരിചയപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഇടയങ്ങൾ പ്രാർത്ഥിച്ചു. സുവിശേഷം പ്രചരിപ്പിച്ചു, ആളുകളെ ശിഷ്യരാക്കി, ആളുകളെ ഉപസത്യങ്ങൾ പഠിപ്പിച്ച്, ഉപദേശങ്ങൾ പഠിപ്പിച്ച് ക്രിസ്തുവിന് കൊള്ളാവുന്നവരാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. ഞങ്ങളുടെ ഓരോ ഞായറാഴ്ചകളിലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് കർത്തൃമേശയുടെ ആ ശുശ്രൂഷ, കർത്താവിന്റെ വരവിനെ പ്രഖ്യാപിക്കുവാൻ, അത് ഓരോ ആക്ഷനിലും പ്രഖ്യാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെ മുഖത്തേക്ക് നോക്കി അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തന്ന കൃപയ്ക്കെന്ന് പറയുന്നു. വചനം നൽകിയതിനായിട്ട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. അടിയനോട് സംസാരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അടിയന് പകരക്കാരനായിട്ട് അങ്ങ് സംസാരിക്കണം, അങ്ങയുടെ നാമത്തെ മുഖത്തപ്പെടുത്തണം. അടിയൻ പ്രേമദാസനാണ്, അടിയനെ അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ട് നന്ദി പറയുന്നു. അടിയങ്ങളെ താഴ്ത്തി എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്ദേശം അനുഗ്രഹത്തിന് മാത്രം കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും അങ്ങേയ്ക്കായിട്ട് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.